ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാർക്കലിയെ ഗോവിന്ദ് കാണുന്ന സമയത്ത് ഭയങ്കര ദേഷ്യം വരികയായിരിക്കും. ഈ സമയത്ത് രാധികാമ്മയാണെങ്കിൽ അഭിനയിച്ച് ഓരോന്ന് പറയുമായിരിക്കും, കണ്ണ ഇവളോട് പോകാൻ പറ, കണ്ണ എനിക്ക് ദേഷ്യം വരുന്നു, ഞാനിവളിവിടെ ഇനി നിന്ന് കഴിഞ്ഞാൽ ഞാനിവളെ കൊന്നു കളയും കണ്ണ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ തോളിൽ ചാരി നിന്നായിരിക്കും പറയുന്നത് കേട്ടോ ഗോവിന്ദിൻ്റെ. അപ്പോൾ ഗോവിന്ദാണെങ്കിലും രാധികാമ്മയെ മാറ്റിയിട്ട് പറയുമായിരിക്കും, ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ രാധികാമ്മയ്ക്ക് ആയുധം എടുത്തു തരാം, രാധികാമ്മ എന്നാൽ പിന്നെ അങ്ങോട്ട് കൊന്നുകളാം എന്നിങ്ങനെ പറയുമ്പോൾ രണ്ടുപേരും ഒന്ന് ഞെട്ടുമായിരിക്കേ. അത് കഴിഞ്ഞ് ഗോവിന്ദ് നേരെ അനാർക്കലി അടുത്ത് വന്ന് പറയുമായിരിക്കും, നമ്മൾ തമ്മിലിനി കാണരുതെന്ന് പറഞ്ഞതായിരുന്നു, ഇതുകൂടി ചേർത്തിട്ട് അവസാനത്തെ കാണലായിരിക്കും, ഇനി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളിൽ രണ്ടുപേരിൽ ഒരാളെ ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ പറയുമായിരിക്കും. ആ സമയം അനാർക്കലി ആണെങ്കിലും പറയുന്നുണ്ട്, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്താണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗോവിന്ദാണെങ്കിലും പറയുമായിരിക്കും, ഭീഷണിയല്ല, അച്ഛനോടുള്ള എൻ്റെ പ്രതിജ്ഞയാണ് ഞാൻ നിറവേറ്റാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് ഗോവിന്ദാണെങ്കിലും പുറത്തേക്ക് പോവുമായിരിക്കും. പുറകെ രാധികാമ്മയാണെങ്കിലും കണ്ണാ നിൽക്ക് കണ്ണാ ഞാനുണ്ട് കണ്ണാ എന്ന് പറഞ്ഞ് ഓട്ടമായിരിക്കും, പുറകെ ഓടുമായിരിക്കേ. അപ്പോൾ അനാർക്കലിയും ഗീതുവും വിജയലക്ഷ്മി അമ്മയായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഗീതു ആണെങ്കിൽ അവർ കുടിച്ച അവർ ജ്യൂസൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ഇത്രയ്ക്ക് കട്ട അഭിനയിക്ക് ഇടുന്ന സമയത്ത് ഈ രണ്ട് ജ്യൂസിൻ്റെ ഗ്ലാസ്സിൽ ഒരെണ്ണമെങ്കിലും മാറ്റി വെക്കായിരുന്നു, എങ്ങാനും കണ്ണേട്ടൻ കണ്ടതായിരുന്നെങ്കിൽ ശരിക്കും പെട്ടേനെ എന്തെങ്കിലും പറയുമായിരിക്കേ. അപ്പോൾ വിജയലക്ഷ്മി അമ്മയാണെങ്കിലും പറയുന്നുണ്ട്, ഞാനത് കണ്ണൻ കാണലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും ഒന്ന് നടന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. എന്നിട്ട് പിന്നെ വിജയലക്ഷ്മി അമ്മയും ഗീതു ആണെങ്കിലും അനാർക്കലിയോട് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു, കുറേ ആക്കി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അനാർക്കലി തിരിച്ചോരോന്നൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ വിജയലക്ഷ്മി അമ്മ പറയുമായിരിക്കും, ഗീതുവും ഗോവിന്ദും ചേർന്നാൽ എന്താ സംഭവിക്കാമെന്ന് പോലും പറയാൻ പറ്റില്ല, എല്ലാ കള്ളത്തിലും നിങ്ങളുടെ പുറത്ത് വരും, അതുകൊണ്ട് അടങ്ങിയിരിക്കുന്നതാണ് നിനക്ക് നല്ലത് അനാർക്കലി. ഇങ്ങനെ പറയുമ്പോൾ അനാർക്കലിക്കാണെങ്കിലും നല്ല ദേഷ്യം വരുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ ഗീതു ആണെങ്കിലും പറയുന്നുണ്ട്, രാധികാമ്മ കറക്റ്റ് തക്കം നോക്കി നല്ലൊരു ആ ഒരു സിറ്റുവേഷൻ എന്തായാലും നല്ല രീതിക്ക് പ്രയോജനപ്പെടുത്തി, കവളിലിട്ട് ഒരൊറ്റ അടി തന്നല്ലേ എന്ന് പറയുമ്പോൾ അനാർക്കലി ആണെങ്കിൽ ഇങ്ങനെ കവളിലിങ്ങനെ തൊടുന്നുണ്ടാവേ. അപ്പം നമ്മുടെ വിജയലക്ഷ്മി അമ്മയാണെങ്കിലും പറയുന്നുണ്ട്, രാധികയുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ, നീ എന്തിനാണ് പിന്നെ അവളുടെ കൂടെ ചേർന്ന് ഓരോന്നിനും നിൽക്കുന്നത്, ഒന്നിനും നിൽക്കാത്തതാണ് നിനക്ക് നല്ലത് അനാർക്കലി എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് അവിടുന്ന് വിജയലക്ഷ്മി അമ്മയും ഗീതവും കൂടി അവിടുന്ന് പോവുമായിരിക്കും ചെയ്യുന്നത്. ഈ സമയം അനാർക്കലി ആണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആകെ ദേഷ്യം വന്ന് കുറേ ആക്ഷനൊക്കെ ഇട്ടിങ്ങനെ ഭയങ്കര പകയോടെ ഇങ്ങനെ നിൽക്കുമായിരിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഗീതവും ഗോവിന്ദും കാറിൽ ഇങ്ങനെ പോകുന്നതായിരിക്കും. അപ്പോൾ ഗീതു ആണെങ്കിലും പറയുന്നുണ്ട്, രാധികാമ്മ ഓടി വന്നപ്പോൾ കണ്ണേട്ടൻ്റെ കൂടെ കാറിൽ കയറ്റിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചേ, കണ്ണേട്ടൻ എന്താ രാധികാമ്മയും കാറിൽ കയറ്റാണ്ട് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ടായിരിക്കും, എനിക്ക് ആ ഒരു കാഴ്ച അവർ രണ്ടുപേരും കൂടി അങ്ങനെ നിൽക്കുന്ന കാഴ്ച എൻ്റെ കണ്ണിൽ നിന്ന് ഇനിയും മാറിയിട്ടില്ല, എനിക്കത് തീരെ സഹിക്കാൻ പറ്റിയില്ല, അച്ഛൻ പറഞ്ഞ ആ ഒരു വാക്കിന് പുറത്താണ് ഞാൻ രാധികാമ്മയെ ഇത്രയും സ്നേഹിച്ചത്, പക്ഷേ അവർ തമ്മിൽ എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട്, എന്തെങ്കിലും അവർ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം ശരിക്കും മാറുന്നതായിരിക്കും, അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ തെളിവ് ശരിക്കും കിട്ടുന്നത് വരെ ആ വീട്ടിലെ ഏതെങ്കിലും ഒരു മൂലയിൽ രാധികാമ്മ കഴിഞ്ഞോട്ടെ, അത്ര മാത്രമേ ഇനി ആ അമ്മയായിട്ട് ബന്ധമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദാണെങ്കിലും പറയുമായിരിക്കും. അപ്പോൾ ഗീതു ആണെങ്കിലും പറയും, ഞാനും വരുണേട്ടൻ്റെയും രാധികാമ്മയുടെയും തെളിവ് സഹിതം ഓരോന്നൊക്കെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അന്നൊന്നും കണ്ണേട്ടൻ ഇങ്ങനെ പ്രതികരിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ഇത്രയ്ക്ക് മാറ്റം എന്താണ് കണ്ണേട്ടനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട്, അത്രയ്ക്കും എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാഴ്ചയായിരുന്നു അത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ ഗീതു ആണെങ്കിലും പറയുന്നുണ്ട്, എന്തായാലും ഈ ടെൻഷനൊക്കെ മാറ്റി, നമുക്കിനി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, രഞ്ജുവിൻ്റെ കാര്യമൊക്കെ അറിയാലോ, ഞാൻ ആലോചിക്കുന്നത് ഇനിയിപ്പോൾ എങ്ങനെയാണ് അവളെ കൊണ്ട് ഡോക്ടർ പറഞ്ഞ പ്രകാരം ഫുഡൊക്കെ കൊടുക്കുകയാണ് എന്നൊക്കെയാണ് ആലോചിക്കുന്നത്, പകുതി വേവിച്ച പച്ചക്കറിയും അതുപോലെ തന്നെ കൊഴുപ്പ് കളഞ്ഞ ചിക്കനും ഇതൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് തന്നെ ആലോചിച്ചിട്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, ഇത് ഞാൻ എങ്ങനെ അവളെ കൊണ്ട് കഴിപ്പിക്കും, അവൾക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് പിസിയും ബർഗറും ഒക്കെയാണ് ഇഷ്ടം, ഇതൊക്കെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പം നമ്മുടെ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട്, നിനക്കന്ന് പച്ചമാങ്ങ വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞതല്ലേ, എന്നിട്ട് പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോൾ നീ കഴിച്ചില്ലേ, അതുപോലെ നമുക്ക് അവളെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുക, ധ്യാൻ കൊടുത്ത് വിട്ടതാണെന്ന് പറഞ്ഞ് കഴിപ്പിക്കുക, അപ്പോൾ അവൾ കഴിച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അങ്ങനെ ഗീതുവും ഗോവിന്ദും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ മറന്ന് പുതിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് അവിടുന്ന് കാറിൽ പോകുന്നതായിരിക്കും. പിന്നീട് കാണിക്കുന്നത് രാധികാമ്മയായിരിക്കും. രാധികാമ്മയാണെങ്കിൽ ഒരു ടാക്സിയിൽ ഇങ്ങനെ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇടുകയായിരിക്കും. നമ്മുടെ രാധികാമ്മ പെട്ടെന്ന് സീറ്റിൽ നിന്ന് വീഴാൻ പോയിട്ട് ഡ്രൈവറോട് ഭയങ്കര ചുടാവലായിരിക്കും, തനിക്ക് എന്തോടോ ഡ്രൈവ് ചെയ്യാൻ അറിയില്ലേ, എന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് നിർത്തിയത്, എൻ്റെ ജീവനിപ്പോൾ പോയേനെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അത് ഭദ്രനായിട്ടായിരിക്കും നമ്മുടെ രാധികാമ്മയ്ക്ക് തോന്നുന്നത്. അത് കണ്ടതും, അയ്യോ എന്നെ വിട് ഭദ്ര, എന്നെ
ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ പറഞ്ഞിങ്ങനെ കരഞ്ഞു ബോധം കെട്ട് വീഴുമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് വീടായിരിക്കും. അവിടെ രാധികാമ്മയാണെങ്കിലും പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുന്ന സീനായിരിക്കും കാണിക്കുന്നത്. ഭയങ്കര പനിയൊക്കെ ആയി പുതച്ച് മൂടി ഇങ്ങനെ കിടക്കുകയായിരിക്കും. ആ സമയം വീണ്ടും അയ്യപ്പേട്ടൻ വരുന്ന സമയത്ത് വീണ്ടും അത് ഭദ്രനാണെന്ന് രാധികാമ്മയ്ക്ക് തോന്നിയിട്ട് അയ്യോ എന്നെ കൊല്ലല്ലേ എന്നെ കൊല്ലല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് പിന്നെ അയ്യപ്പേട്ടനാണെങ്കിലും പറയുന്നുണ്ട് ഇത് ഞാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ അതിനുശേഷം നമ്മുടെ കാഞ്ചനയാണെങ്കിലും വരുന്നുണ്ടാവും. അപ്പോൾ അതാ വീണ്ടും വന്നു അയ്യോ എന്നെ കൊല്ലല്ലേ എന്നിങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ ഞാനാണ് മാമി എന്നിങ്ങനെ പറഞ്ഞ് കാഞ്ചനയും പറയുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ രാധികാമ്മയാണെങ്കിലും പറയും അയ്യപ്പ നിങ്ങൾ പൊക്കോ, കാഞ്ചന നീ ഒന്നും ഇവിടെ നിൽക്കുക എന്നിങ്ങനെ പറയുമായിരിക്കും. എന്നിട്ട് പിന്നെ കാഞ്ചനയെ അവിടെ പിടിച്ച് നിർത്തുമായിരിക്കും. ഗീതവും ഗോവിന്ദും വീട്ടിലെത്തുന്ന സമയത്ത് അവിടെ അജാസ് ആണെങ്കിലും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഗീതു ആണെങ്കിലും പറയും ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ, നിങ്ങൾ എന്തായാലും സംസാരിച്ചിരിക്കും എന്നിങ്ങനെ പറയുമായിരിക്കും. എന്നിട്ട് പിന്നെ അജാസ് ആണെങ്കിലും ഗോവിന്ദൻ്റെ അടുത്ത് പറയുമായിരിക്കും ഞാൻ ഓഫീസിൽ നിന്ന് പോണ വഴിക്ക് പോലീസുകാരെന്നെ തടുത്ത് നിർത്തി, എന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. കിഷോർ മരിച്ച സമയത്ത് ഞാൻ ഗോവയിലുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ആ സമയം അവർണികയുടെ കൂടെ ആയിരുന്നു എന്ന് തെളിവ് കൊടുത്തപ്പോൾ അവർക്ക് പിന്നെ സമാധാനമായി. പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഭദ്രൻ്റെ കാര്യം കൂടി പറയുമായിരിക്കും കേട്ടോ നമ്മുടെ അജാസ്. അവർ ശരിക്കും ഭദ്രൻ മരിച്ചു എന്നുള്ള രീതിക്കാണ് അവർ പറയുന്നത്. പോലീസുകാർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഗോവിന്ദാണെങ്കിൽ അതെന്തായാലും ഞാൻ വിളിച്ചു നോക്കട്ടെ, ഞാനത് അന്വേഷിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അജാസിനെ അവിടെ നിന്ന് പറഞ്ഞു വിടായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഗോവിന്ദാണെങ്കിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അന്ന് അവിടെ ഫോൺ കണ്ടിട്ടുണ്ടായിരുന്നാണ്, അജാസ് വന്ന സമയത്തായിരുന്നു അത് കാണാതിരുന്നത്, പോലീസുകാർക്കും കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ആ ഫോൺ എവിടെ പോയി എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഗോവിന്ദാണെങ്കിലും ആലോചിക്കുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ പോലീസിനെ വിളിക്കുമ്പോൾ പോലീസാണെങ്കിൽ ഫോണും എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇവരെന്താണ് ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് പിന്നെ അയ്യപ്പേട്ടനാണെങ്കിലും ഗോവിന്ദൻ്റെ അടുത്ത് വന്ന് പറയുമായിരിക്കും രാധികാമ്മയ്ക്ക് ഭയങ്കര പനിയാണ്, അത് മാത്രമല്ല ഭയങ്കര പിച്ചും പെയ്യും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണൻകുഞ്ഞ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. ആ സമയം ഗോവിന്ദാണെങ്കിലും മനസ്സിലിങ്ങനെ പറയുകയാണ് രാധികാമ്മ അനാർക്കലിയെ കണ്ടത് ഞാനത് മൈൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ അഭിനയം അടവൊക്കെ ആയിരിക്കും, ഇതൊക്കെ ഞാൻ എത്ര കണ്ടിട്ടുള്ളതാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെല്ലുമായിരിക്കും. എന്നിട്ട് പിന്നെ നേരെ രാധികാമ്മയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി രാധികാമ്മ, പനിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരിക്കും. അപ്പം നമ്മുടെ രാധികാമ്മയാണെങ്കിലും പറയുന്നുണ്ട് നല്ല പനിയായിരുന്നു, ഞാൻ എന്തൊക്കെയോ പിച്ചും പെയ്യും പറഞ്ഞു എന്നാ ഈ കാഞ്ചന പറഞ്ഞത് എന്നൊക്കെ കുറച്ച് കൂട്ടിയും പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഗോവിന്ദാണെങ്കിലും പറയുമായിരിക്കും രാധികാമ്മ എന്തായാലും ഒന്ന് ഫ്രഷായിട്ട് താഴേക്ക് വരണം, അതുപോലെ ഈ വീട്ടിലെല്ലാവരും വരണം, എനിക്ക് അർജൻറ്റായിട്ടൊരു കാര്യം എല്ലാവരോടും കൂടി പറയാനുണ്ട്, അപ്പം ഞാൻ പറയാം ഇതിൻ്റെ ബാക്കി എന്ന് പറഞ്ഞ് ഗോവിന്ദാണെങ്കിൽ അവിടെ നിന്ന് പോവുമായിരിക്കും. എന്നിട്ട് പിന്നെ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുമായിരിക്കും ഹാളിൽ വന്ന്. ആ സമയം നമ്മുടെ ഗോവിന്ദാണെങ്കിലും പറയുമായിരിക്കും നാളെ മുതൽ ഈ വീട്ടിൽ രഞ്ജു ഉണ്ടാവും എന്ന് പറയുമായിരിക്കേ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വരുണാണെങ്കിലും രാധികാമ്മയാണെങ്കിലും ഒന്ന് ഞെട്ടായിരിക്കും. ആ സമയം വരുണാണെങ്കിലും പറയുന്നുണ്ട് അന്ന് അങ്ങനെ പോയതല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദനാണെങ്കിലും ദേഷ്യം വരികയായിരിക്കും. അന്ന് അങ്ങനെ പറഞ്ഞു വിട്ടതുപോലെ ഇനി ഉണ്ടാവരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അത് മാത്രമല്ല രഞ്ജുവിനെ കാണാൻ രഞ്ജുവിൻ്റെ അമ്മ ഈ വീട്ടിൽ വന്ന് കയറി എന്നൊക്കെ ഇരിക്കും, അവരെ ആരും എതിർക്കരുത്, അതിനുള്ള അവകാശം ഇനി ആർക്കുമില്ല, അവർ എൻ്റെ സമ്മതത്തോടു കൂടിയാണ് വരുന്നത്, അതുകൊണ്ട് അവരെ ഒരു അതിഥിയായി കണ്ട് നല്ല രീതിക്ക് തന്നെ പെരുമാറണം എന്നിങ്ങനെ പറയായിരിക്കും. അപ്പോൾ ഇതുകൂടി കേൾക്കുമ്പോൾ രാധികാമ്മ ശരിക്കും അന്തം വിടുകയാണ്. കാരണം വിജയലക്ഷ്മി അമ്മ ആ വീട്ടിൽ കയറ്റുന്നതും വരുന്നതും ആരെ കാണുന്നതും ഒന്നും തന്നെ നമ്മുടെ രാധികാമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതും കൂടി കേൾക്കുമ്പോൾ രാധികാമ്മ ശരിക്കും തകർന്നു പോവാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദാണെങ്കിലും വിജയലക്ഷ്മി അമ്മ ഇവിടെ വന്നോട്ടെ രഞ്ജുവിനെ കണ്ടോട്ടെ എന്നുള്ള രീതിക്ക് സംസാരിക്കുമ്പോൾ ഗീതുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുമായിരിക്കും. അപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഗീതുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങളോട് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക്